പ്രസിഡന്റ് സെലൻസ്കിയുടെ അവസ്ഥ ഒന്ന് കേട്ടു നോക്കണേ. എങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യനാ ഇപ്പം ആർക്കും വേണ്ടാതായി. അമേരിക്കയുടെ വാക്കും കേട്ട് റഷ്യയോട് പോയി യുദ്ധത്തിലേർപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായിട്ട് സജീവമായിട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സെലൻസ്കി. യുദ്ധം അവസാനിച്ചാൽ തന്റെ കസേര വരെ തെറിക്കുമെന്ന ഘട്ടത്തിൽ വരെ ഉക്രൈനിയൻ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. ഈ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബൈഡൻ ഭരണകൂടം ഉണ്ടായിരുന്നപ്പോൾ എന്തിനും ഏതിനും ഉക്രൈന് വേണ്ടി അമേരിക്ക നിന്നു. എന്നാൽ കാലം മുന്നോട്ട് പോയതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിലും ചില മാറ്റങ്ങൾ സംഭവിച്ചു. മാറ്റങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, വളരെ അനിവാര്യമായ ഒരു മാറ്റം തന്നെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത്. ബൈഡൻ പോയി, ട്രംപ് വന്നു. വന്നതാണെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരനും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അനാവശ്യമായ ഒരു ചെലവാണ്. മാത്രവുമല്ല, കഴിഞ്ഞ 3 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് വേണ്ടി അമേരിക്കൻ ഖജനാവിൽ നിന്നും പണമിറക്കിയത് ട്രംപിനത്ര ബോധിച്ചിട്ടുമില്ല. എന്തായാലും സെലൻസ്കിക്ക് ഇതിലും വലിയ പണി സ്വപ്നങ്ങളിൽ മാത്രമാണ്. എന്താ കാര്യമെന്നല്ലേ നമുക്ക് നോക്കാം. റഷ്യയുമായി സഹകരിച്ച് യുദ്ധം അധികനാൾ നീട്ടിക്കൊണ്ടു പോകേണ്ട എന്ന തീരുമാനത്തിലാണ് അമേരിക്ക ഇപ്പോൾ. അതിനുവേണ്ടി നേരിട്ട് കാണാൻ വരെ ട്രംപ് തയ്യാറാവുകയാണ്. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടത്തി. അത് അന്തർദേശീയ മാധ്യമങ്ങളിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യുദ്ധം നടക്കുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലല്ല എന്നത്. 2022 ഫെബ്രുവരി മാസം മുതൽ യുദ്ധം നടക്കുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലാണ്. എന്നാലോ സമാധാന ചർച്ചകൾ ഇവിടെ നടക്കുന്നതോ അമേരിക്കയും റഷ്യയും തമ്മിൽ. എന്ത് വിരോധാഭാസമല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സെലൻസ്കിയോളം ഹതഭാഗ്യനായ ഒരു ലോക നേതാവ് ഉണ്ടാകില്ല എന്നത്. ഒരു സീറ്റ് സെലൻസ്കിക്കും അവിടെ നൽകാമായിരുന്നു ട്രംപേ, അല്ലേ? റഷ്യയുടെയും അമേരിക്കയുടെയും ഓഫീസേഴ്സ് വട്ടമേശത്തിലിരുന്ന് ചർച്ച ചെയ്യുകയാണ് യുദ്ധാനന്തര ലോകത്തെക്കുറിച്ച്. റഷ്യ ഉക്രൈൻ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്ന ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും മുഴുകിയിരിക്കുകയുമാണ്. ഇവിടെ ഒരിക്കലും നമുക്ക് ഉക്രൈൻ്റെ ഒരു പ്രതിനിധിയെ കാണാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഉക്രൈൻ ചോദിക്കുന്നുണ്ടാകും, എന്താ ഞാൻ പൊട്ടനാണോ എന്ന കാര്യം. ഉക്രൈൻ ഇവിടെ എന്ത് സ്ഥാനമാണല്ലേ ഉള്ളത്? ഉക്രൈനെ അമേരിക്ക പറ്റിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി ബില്യൺ ഓഫ് ഡോളേഴ്സ് അമേരിക്ക ഉക്രൈന് സഹായമായിട്ട് നൽകിയിട്ടുണ്ട്. യുദ്ധത്തിലെ ഉക്രൈൻ ഇത്രത്തോളം പ്രതിരോധിക്കാൻ സാധിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ ആയുധവും അമേരിക്കൻ സമ്പത്തും തന്നെയാണ്. അമേരിക്ക ഉറ്റ ചെങ്ങാതിയാണെന്ന് വിശ്വസിച്ചാണ് ഉക്രൈൻ ഇത്ര നാളും മുന്നോട്ട് പോയത്. അതായത് കണ്ണടച്ച് അമേരിക്കയെ അങ്ങ് വിശ്വസിച്ചു എന്ന തെറ്റാണ് ഉക്രൈൻ ചെയ്തത്. രാഷ്ട്രീയത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ള ശത്രുക്കളോ പെർമനൻ്റ് ആയിട്ടുള്ള മിത്രങ്ങളോ ഇല്ല എന്ന കാര്യം ഉക്രൈൻ ഒരുപക്ഷെ മറന്നിരിക്കണം. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രംപ് അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. അത്ര പെട്ടെന്നൊന്നും നടന്നില്ലെങ്കിലും എന്തായാലും ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന കാര്യം ആഗോള സമൂഹത്തിനും ഏകദേശം ഉറപ്പായിരുന്നു. എന്നാൽ ഇതിലൂടെ ഉക്രൈന് വരുന്ന വലിയ നാശനഷ്ടത്തെയാണ് എല്ലാവരും വളരെ ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൗദി അറേബ്യയാണ് ഇവിടെ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എന്ന്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സൗദിയിലേക്ക് പോകാൻ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനോടകം തന്നെ കാര്യങ്ങൾ ഉക്രൈന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഉക്രൈനോട് US-ന് യാതൊരുവിധ താല്പര്യവും യാതൊരുവിധ സെന്റിമെന്റ്സും ഇല്ല എന്നതാണ് സത്യം. ഉക്രൈന് മാത്രമല്ല ഈ അവസ്ഥ വന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളോടും US-ന്റെ സമീപനം ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാനുള്ളത് ജർമ്മനി എന്ന രാജ്യത്തെക്കുറിച്ചാണ്. ജർമ്മനിയും റഷ്യയും ഇടക്കാലത്ത് നല്ല ബന്ധം പുലർത്തിയിരുന്ന 2 രാജ്യങ്ങളാണ്. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടുകൂടി റഷ്യയിൽ നിന്നുള്ള എണ്ണ പോലും വേണ്ടെന്ന് വെക്കേണ്ട സ്ഥിതിയിലേക്ക് ജർമ്മനി എത്തപ്പെട്ടു. ഇത് ജർമ്മൻ സാമ്പത്തിക മേഖലയെ തന്നെ പിടിച്ചുകുലുക്കുന്ന തീരുമാനവുമായിരുന്നു. വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ് ഈ 3 വർഷം കൊണ്ട് ജർമ്മനിയുടെ സാമ്പത്തിക മേഖലയിൽ സംഭവിച്ചത്. ഇത് ജർമ്മനിയുടെ മാത്രം കഥയല്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, നാറ്റോയോട് ഇപ്പോൾ US കാണിക്കുന്ന സമീപനം നാറ്റോ രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. US-ന് പല ബന്ധങ്ങളും, അതായത് ചരിത്രത്തിൽ നാറ്റോയിൽ US-ന്റെ സ്ഥാനം എന്തായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് നാറ്റോ സഖ്യകക്ഷികൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നാറ്റോ എന്നത് ഇപ്പോൾ ഒരു ആവശ്യമില്ലാത്ത സംഘടനയാണ്. ശീതയുദ്ധ കാലഘട്ടത്തിലെ US-ന്റെ അവശിഷ്ടം മാത്രമാണ് നാറ്റോ. മാത്രവുമല്ല, നാറ്റോയിൽ കൂടുതൽ ഫണ്ട് ഇറക്കുന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. ഇങ്ങനെ ഒരു മിലിറ്ററി സഖ്യം അമേരിക്കയ്ക്ക് ബാധ്യതയാണ് എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നാറ്റോയ്ക്ക് ട്രംപ് വലിയ പരിഗണന നൽകാതിരിക്കാനുള്ള കാരണവും. എന്തായാലും അടുത്തിടെ ഒരു എമർജൻസി സമ്മിറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ സെലൻസ്കി പങ്കെടുത്തിട്ടില്ലെങ്കിലും ഈ സമയത്ത് സെലൻസ്കി വേദിയിലുണ്ടായിരുന്നു.
ഈ ഉച്ചകോടിയിലൂടെ ഇവർ ലോകത്തോട് പറയുന്നത് യൂറോപ്പിന് മാത്രമായി ഒരു നാറ്റോ ആവശ്യമാണ് എന്ന കാര്യമാണ്. അതായത് അമേരിക്ക ഇപ്പോൾ ഏകദേശം തള്ളിക്കളഞ്ഞ മട്ടാണല്ലോ ഈ നാറ്റോയെ. അതുകൊണ്ട് തന്നെ യൂറോപ്പിന് വേണ്ടി മാത്രം ഒരു മിലിറ്ററി സഖ്യം ആവശ്യമാണ് എന്ന കാര്യമാണ് ഇവിടെ ഉയർന്നു വന്നത്. എന്നാൽ പോളണ്ട് അടക്കം പല രാജ്യങ്ങൾക്കും ഇത് വലിയ ഇഷ്ടമുള്ള സംഗതിയല്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അമേരിക്ക ഇല്ലാത്ത സ്ഥിതിക്ക് യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് സ്വന്തമായി ഒരു മിലിറ്ററി എന്ന ആശയം ഉയർന്നു വരികയാണ് ഇവിടെ ഉണ്ടായത്. യൂറോപ്പിന് സ്വന്തമായി ഇങ്ങനെ ഒരു മിലിറ്ററി സഖ്യം ഉണ്ടാകട്ടെ എന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത് മറ്റാരുമല്ല, ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ്. ജർമ്മനിയിലായിരുന്നു ഈ ഉച്ചകോടി നടന്നിരുന്നത്. സെലൻസ്കിയുടെ ആവശ്യം വളരെ ന്യായമാണ് എന്ന് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകും. കാരണം അമേരിക്ക ഇപ്പോൾ നാറ്റോയുടെ കൂടെയില്ല. നാറ്റോയിൽ അംഗരാജ്യമാകണമെന്ന് ആഗ്രഹിച്ചു എങ്കിലും ഉക്രൈൻ അത് നടന്നതുമില്ല. ആഗ്രഹം കൊണ്ട് വലിയ യുദ്ധത്തിന് അത് കാരണവുമായി. എന്നാൽ യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങൾക്കും സെലൻസ്കിയുടെ ഈ നിർദ്ദേശം അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല എന്നതാണ് സത്യം. റഷ്യയോട് പൊരുതാൻ വേണ്ടി യൂറോപ്പിന് ഒരു മിലിറ്ററിയുടെ ആവശ്യമില്ല എന്നാണ് പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം, ഉക്രൈന് റഷ്യയോട് വ്യക്തമായ വൈരാഗ്യമുണ്ട്. നാറ്റോയിൽ ഉക്രൈൻ അംഗത്വം എടുക്കുന്നു എന്ന ഘട്ടത്തിലാണ് റഷ്യ അധിനിവേശം നടത്തുന്നത് പോലും. ആ അധിനിവേശമാണ് കഴിഞ്ഞ 3 വർഷത്തിലേറെ കാലമായി ആഗോള രാഷ്ട്രീയത്തെ സ്തംഭിപ്പിക്കുന്ന തലത്തിലുള്ള മഹായുദ്ധമായിട്ട് പരിണമിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ നേതാവ് രാജ്യത്തെ മറന്ന്, രാജ്യത്തെ ജനങ്ങളെ മറന്ന് ഒരു തെറ്റായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ രാജ്യത്തിനും എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിൻ്റെ തെളിവായിട്ട് നമുക്ക് സെലൻസ്കിയുടെ നേതൃത്വത്തെ കാണാവുന്നത് മാത്രമല്ല, നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. കാരണം അദ്ദേഹത്തിൻ്റെ ഈഗോ കാരണം അതിൻ്റെ പരിണിത ഫലം ആരാണ് അനുഭവിച്ചത്? അനുഭവിച്ചത് മുഴുവൻ രാജ്യമാണ്. യുദ്ധമുണ്ടാക്കിയതിൻ്റെ കഥ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 3 വർഷം പിന്നിടുമ്പോൾ ഉക്രൈന് നാശനഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഉക്രൈൻ്റെ പല സ്ഥലങ്ങളും ഇന്ന് റഷ്യയുടെ കീഴിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഉക്രൈൻ വളരെ നന്നായിട്ട് പ്രതിരോധം തീർത്തുവെങ്കിലും റഷ്യ എന്ന് പറയുന്നത് വലിയ രാജ്യമാണ്. മാത്രവുമല്ല, ഉക്രൈനേക്കാളും വലിയ സൈനിക ശേഷിയുള്ള രാജ്യവുമാണ് റഷ്യ. അമേരിക്ക ഉണ്ടല്ലോ കൂടെ എന്ന് കരുതി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഉക്രൈൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉക്രൈന് ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടതായി വരും എന്ന കാര്യം. എന്തായാലും 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് തന്നെയാണ് ഉക്രൈൻ ഇതിനോടകം തന്നെ തുറന്നു പറഞ്ഞത്. അതിനുവേണ്ടി പുത്തിനുമായിട്ട് സംസാരിക്കാൻ പോലും താൻ തയ്യാറാണ് എന്നായിരുന്നു സെലൻസ്കി അറിയിച്ചത്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ, അതും അമേരിക്കയുടെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഉക്രൈന് ഭയക്കേണ്ട പല കാര്യങ്ങളും അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം പല വ്യവസ്ഥകളും റഷ്യ മുന്നോട്ട് വയ്ക്കും. അമേരിക്ക അതിനൊക്കെ ചിലപ്പോൾ തലയാട്ടിയെന്നും വരും. ആ വ്യവസ്ഥകളൊക്കെ ചെന്ന് പതിക്കുന്നത് ഉക്രൈൻ്റെ മണ്ണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ ചില സെക്യൂരിറ്റീസ് ആവശ്യമാണ് എന്ന് US-നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി $500 ബില്യൺ ധനസഹായം US-ന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നായിരുന്നു ഉക്രൈൻ്റെ ആവശ്യം. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത് ആരാണ്? അത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്ന് നമ്മൾ ഓർക്കണം. പുള്ളി വെറുതെ ഇത്രയും തുക ഉക്രൈന് നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, അല്ലേ? ഇതിന് പകരമായി രാജ്യത്തെ 50% വരുന്ന മിനറൽസ് US-ന് നൽകണം എന്നാണ് ട്രംപ് ഉക്രൈനോട് ആവശ്യപ്പെടുന്നത്. ബിസിനസ്സുകാരൻ്റെ ബുദ്ധി പോയ പോക്ക് ഒന്ന് കണ്ടില്ലേ? അടുത്തതായി ഉണ്ടാകാൻ പോകുന്നത് വെടിനിർത്തൽ കരാറായിരിക്കുമല്ലോ. ഇതിൻ്റെ ഭാഗമായിട്ട് റഷ്യ എന്തായാലും ചില പ്രദേശങ്ങൾ, അതായത് ചില തന്ത്രപരമായ പ്രദേശങ്ങൾ തന്നെ US-നോട് ആവശ്യപ്പെട്ടേക്കാം. US ഉക്രൈന് മേൽ സമ്മർദ്ദം ചെലുത്തി ആ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് നൽകാൻ നിർബന്ധിക്കുകയും ചെയ്തേക്കാം. എന്തായാലും ഉക്രൈൻ്റെ വിധി അത് വല്ലാത്തൊരു വിധി തന്നെയാണ്. യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ഉക്രൈനിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ വ്ളാഡിമിർ സെലൻസ്കിക്ക് കസേര നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം രാജ്യത്ത് അദ്ദേഹത്തിനെതിരെ ഒരു ജനവികാരം ശക്തമായിട്ട് ഉടലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഉക്രൈൻ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണക്കാരൻ സെലൻസ്കി ആണ് എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും സെലൻസ്കിയുടെ ഭാവി എന്താകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാമല്ലേ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തു തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ എഴുതുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.